ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലെ 4ാമത്തെ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനാണത്. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിരുന്നത് 5 അഡ്ജസ്റ്റ്മെൻറ്റാണ്. ക്ലോസിംഗ് സ്റ്റോക്ക്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഓക്കെ, നമുക്ക് ചോദ്യം തരുമ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റിൽ ചിലപ്പോൾ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എന്നോ അല്ലെങ്കിൽ പ്രീപെയ്ഡ് എന്നുള്ള അതേ വാക്ക് തന്നെ ഉപയോഗിച്ചോളണമെന്നില്ല. ഓക്കെ, മിക്കവാറും അങ്ങനെ ആയിരിക്കും. എന്നാലും നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ആ ട്രാൻസാക്ഷൻ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ സ്വഭാവം ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക എന്നുള്ളതാണ്. മിക്കവാറും ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്നാണെങ്കിൽ അങ്ങനെ ഒരു വാക്കുണ്ടെങ്കിൽ നമുക്കത് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് മനസ്സിലാക്കാം. ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും തരിക, ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ് എന്നായിരിക്കും ചിലപ്പോൾ പറയാം. ഇപ്പോൾ ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അന്തം വിട്ടിരിക്കേണ്ട ആവശ്യമില്ല. അതെന്താണ്, ഔട്ട്സ്റ്റാൻഡിങ്ങിനെയാണ് അങ്ങനെ പറയുന്നത്. ഡ്യൂ ആയിട്ടുണ്ട് പക്ഷെ പേ ചെയ്തിട്ടില്ല, അതാണല്ലോ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞ സാധനം. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ അവരെന്ത് പറയും, എക്രൂഡ് എക്സ്പെൻസ് ചിലപ്പോൾ പറയും. അപ്പോൾ എക്രൂഡ് എക്സ്പെൻസ് ഉള്ള വാക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അതും ഉദ്ദേശിക്കുന്നത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിനെയാണ്. ഞാനതിവിടെ പറയാനുള്ള കാര്യം, ഓക്കെ, ചില കുട്ടികൾ ഈ ഔട്ട്സ്റ്റാൻഡിങ് എന്നുള്ള വാക്ക് മാത്രം ഓർത്ത് പോകും. പരീക്ഷയ്ക്ക് അവിടെ ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ് എന്നുള്ളൊരു സെൻറ്റൻസ് കണ്ടു കഴിഞ്ഞാൽ അത് ഔട്ട്സ്റ്റാൻഡിങ് ആണെന്നും ചില കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാറില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് പറഞ്ഞത്. ഇത് അറിയുന്ന ആൾക്കാർക്ക് കുഴപ്പമില്ല. ഓക്കെ, ശരി. അതങ്ങനെ പ്രീപെയ്ഡ് എക്സ്പെൻസ് പറഞ്ഞാൽ എനിക്കറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ അവരിങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും, അൺഎക്സ്പെയർഡ് എക്സ്പെൻസ് എന്ന് പറയും, അൺഎക്സ്പെയർഡ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു വാക്കുണ്ട്. അത് ഉദ്ദേശിക്കുന്നത് എന്താണ്, അൺഎക്സ്പെയർഡ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പ്രീപെയ്ഡ് എക്സ്പെൻസ് തന്നെയാണ്. ഓക്കെ, ഇനി ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്. ഓക്കെ, ഒരു ഇൻകം നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളത് ഏൺ ചെയ്തിട്ടുണ്ട് പക്ഷെ നമുക്ക് കയ്യിൽ കിട്ടിയിട്ടില്ല. അതിന് ചിലപ്പോൾ എക്രൂഡ് ഇൻകം എന്നും ചിലപ്പോൾ കാണാറുണ്ട്. അപ്പോൾ എക്രൂഡ് ഇൻകം എന്ന് പറയുന്നത് ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അത്രയാണ്. പിന്നെ ഇൻകം റിസീവ്ഡ് അഡ്വാൻസ് പറഞ്ഞാൽ അറിയാമല്ലോ, അതിപ്പോൾ ഇനി പ്രത്യേകിച്ച് മനസ്സിലാക്കാനൊന്നുമില്ല. നമുക്കൊരു എന്താണ്, റിസീവ്ഡ് അഡ്വാൻസ് മുൻകൂട്ടി എന്താണ് കിട്ടുന്നു. ഓക്കെ, അതിൽ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഈ 5 ഞാൻ പറഞ്ഞു, ജസ്റ്റ് ഒന്നും കൂടി അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടി ഇവിടെ പറഞ്ഞാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഇതിന് മുന്നത്തെ വീഡിയോയിലുണ്ട്, അതൊന്ന് കാണുക, നന്നായിട്ട് പഠിക്കുക. നമുക്കറിയാലോ പരീക്ഷയ്ക്ക് കുറച്ച് ദിവസങ്ങളുള്ളൂ. ഇനി ഇതിലാണെങ്കിൽ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ ചോദ്യത്തിൽ നിന്ന് ഒരു മാർക്കും പോകാതെ മുഴുവനും മാർക്ക് വാങ്ങാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ അതിന് ഈ വീഡിയോ ഒക്കെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്.